ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജലസംരക്ഷണത്തിന്റെ സന്ദേശമുയർത്തി ലോകം ഇന്ന് ഭൌമമണിക്കൂർ ആചരിക്കും. ഭാവി തലമുറകൾക്കായി ജലം സംരക്ഷിക്കേണ്ടത് അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹത്തിൽ മാറ്റത്തിന്റെ മുന്നോടിയായി യുവാക്കൾ മാറണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള വാക്സിൻ വികസിപ്പിക്കുമെന്നും ക്യാൻസർ ചികിത്സയ്ക്കായി 24 ആശുപത്രികൾ സജ്ജമെന്നും മന്ത്രി വീണ ജോർജ്. ഹയർ സെക്കൻഡറി വാർഷിക പരീക്ഷാ ചോദ്യപേപ്പറിലെ അക്ഷരത്തെറ്റുകൾ സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് 18ാം സീസണ് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ. വാർത്തകൾ വിശദമായി. ജലസംരക്ഷണത്തിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന വീഡിയോ അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. നാഗരികതകളുടെ ജീവനാഡിയായിരുന്ന ജലം ഭാവി തലമുറകൾക്കായി സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. संसार में जल ही हर एक जीव के जीवन का आधार और जल ही सबसे बड़ा संसाधन भी. इसलिए तो हमारे पूर्वजों ने जल संरक्षण के लिए इतना जोर दिया. वेदों से लेकर पुराणों तक हर जगह पानी बचाने को, तालाब, सरोवर आदि बनवाने को मनुष्य का सामाजिक और आध्यात्मिक कर्तव्य बताया गया. ജലസംരക്ഷണത്തിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യ ഇന്ന് ഭൌമമണിക്കൂർ ആചരണത്തിൽ പങ്കുചേരും. രാത്രി 8:30 മുതൽ 9:30 വരെ ആവശ്യമില്ലാത്ത എല്ലാ വൈദ്യുതി വിളക്കുകളും അണച്ചാണ് ഭൌമമണിക്കൂർ ആചരിക്കുന്നത്. ജല ഉപയോഗത്തെക്കുറിച്ച് അവബോധമുള്ളവരായിരിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സമൂഹത്തിൽ മാറ്റത്തിന്റെ മുന്നോടിയായി യുവാക്കൾ മാറണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കാലിക്കറ്റ് സർവകലാശാല സെനറ്റിന്റെ ചാൻസലർ എന്ന നിലയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഗവർണർ. ലഹരി വിരുദ്ധ പ്രസ്ഥാനത്തിൽ സമൂഹത്തിന് നിഷ്ക്രിയ കാഴ്ചക്കാരായി നിൽക്കാൻ കഴിയില്ലെന്നും ലഹരിമരുന്ന് വിപത്തിനെതിരെ പോരാടുന്നതിൽ വിദ്യാർത്ഥികളും നയരൂപീകരണ വിദഗ്ധരും ഒരുപോലെ സജീവമായി പങ്കാളികളാകണമെന്നും സംസ്ഥാന വ്യാപക ലഹരി വിരുദ്ധ പ്രചാരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗവർണർ പറഞ്ഞു. ലോക്സഭാ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ സംയുക്ത പ്രവർത്തക സമിതി യോഗം ചെന്നൈയിൽ നടന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ഡല പുനർനിർണയത്തിനുള്ള നീക്കം ജനാധിപത്യ മൂല്യങ്ങളെയും ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ ഫെഡറലിസത്തെയും അട്ടിമറിക്കുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ സംയുക്ത പ്രവർത്തക സമിതി യോഗം ഹൈദരാബാദിൽ നടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് സർക്കാർ സഹായമായി 100 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. സർക്കാർ ആശുപത്രികൾക്കായി മരുന്നുകൾ വാങ്ങിയതിന്റെ ബിൽ തുക നൽകുന്നതിനാണ് പണം അനുവദിച്ചത്. കുടിശ്ശിക കിട്ടാത്തത് കാരണം അടുത്ത വർഷത്തെ മരുന്ന് വിതരണത്തിന് കമ്പനികൾ തയ്യാറായിരുന്നില്ല. ഹയർ സെക്കൻഡറി വാർഷിക പരീക്ഷയുടെ ചില ചോദ്യപേപ്പറുകളിലെ അക്ഷരത്തെറ്റുകൾ സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. ചോദ്യപേപ്പർ നിർമ്മാണത്തിന്റെ ഏത് ഘട്ടത്തിലാണ് അശ്രദ്ധ ഉണ്ടായതെന്ന് കണ്ടെത്തും. വിദ്യാർത്ഥികളെ ഏറെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മൂല്യനിർണ്ണയ സമയത്ത് വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നും മന്ത്രി അറിയിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടർന്ന് ആശാപ്രവർത്തകർ. മറ്റന്നാൾ സംസ്ഥാനത്തെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കൂട്ട ഉപവാസമിരിക്കുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. അതേസമയം ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം 41ാം ദിവസത്തിലേക്ക് കടന്നു. സംസ്ഥാനത്ത് ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള വാക്സിൻ വികസിപ്പിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. വയനാട് നല്ലൂർനാട് ക്യാൻസർ സെന്ററിൽ സ്ഥാപിച്ച സിടി സിമുലേറ്റർ സ്കാൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ക്യാൻസർ ചികിത്സയ്ക്കായി 24 ആശുപത്രികൾ സജ്ജമാക്കിയതായി മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
കോട്ടയം ജില്ലയിൽ ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ എടുക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് പ്രസാർ ഭാരതി വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷകൾ മെയ് 30 വരെ സ്വീകരിക്കും. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി സന്ദർശിച്ച് പ്രാർത്ഥന നടത്തി. ശ്രീനാരായണ ഗുരുകുലത്തിൽ അദ്ദേഹം ദൈവദശകം ജപിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനായി കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് പ്രഖ്യാപിച്ചു. ജില്ലാ കളക്ടർ അരുൺ കെ വിജയനാണ് പ്രഖ്യാപനം നടത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. മാതൃകാപരമായ പ്രവർത്തനമാണ് കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിൽ ഹരിത കേരള മിഷൻ നേതൃത്വത്തിൽ നടത്തിയതെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ പറഞ്ഞു. റെയിൽവേ സ്റ്റേഷൻ ശുചിത്വപൂർണ്ണമായി സൂക്ഷിക്കുന്നതിലും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും മികച്ച പ്രവർത്തനം റെയിൽവേ സ്റ്റേഷൻ കാഴ്ചവെച്ചു. മാസത്തിൽ 2 തവണ ഹരിതകർമ്മസേനയുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സ്റ്റേഷൻ സൌന്ദര്യവൽക്കരണത്തിനായും ഒട്ടേറെ കാര്യങ്ങൾ റെയിൽവേ അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. ലഭ്യമായ സ്ഥലത്തെല്ലാം ചെറിയ പൂന്തോട്ടവും ചെടിച്ചട്ടികളും വെച്ചുകൊണ്ട് സൌന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ 18ാം സീസണ് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ ഏറ്റുമുട്ടും. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. തിരുവനന്തപുരത്തെ മലയൻകീഴ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ആറാട്ടിനോടനുബന്ധിച്ച് ചൊവ്വാഴ്ച പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. മലയൻകീഴ്, വിളവൂർക്കൽ, മാറനല്ലൂർ, വിളപ്പിൽ ഗ്രാമപഞ്ചായത്തുകളിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തൊടുപുഴ ചുങ്കത്ത് നിന്ന് 3 ദിവസം മുൻപ് കാണാതായ ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തി. ബിജുവിന്റെ വ്യാപാര പങ്കാളി ജോമോന്റെ കലയന്താനിയിലുള്ള കാറ്ററിംഗ് ഗോഡൌണിലെ മാൻഹോളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സാമ്പത്തിക തർക്കത്തെ തുടർന്നുള്ള കൊലപാതകമെന്നാണ് റിപ്പോർട്ട്. മുതിർന്ന ബിജെപി നേതാവ് അഹല്യ ശങ്കർ കോഴിക്കോട് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കോഴിക്കോട് നടന്ന ജനസംഘം സമ്മേളനത്തിലൂടെയാണ് ഇവർ സജീവ രാഷ്ട്രീയ രംഗത്തെത്തിയത്. ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം, ദേശീയ നിർവാഹക സമിതി അംഗം, മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. അതേസമയം അഹല്യ ശങ്കറിന്റെ വിയോഗത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അനുശോചനം രേഖപ്പെടുത്തി. കാഥികനും നാടക പ്രവർത്തകനുമായ ഐലം ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ന്യൂമോണിയ ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. അതേസമയം ഐലം ഉണ്ണികൃഷ്ണന്റെ വിയോഗത്തിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ എല്ലാ പാഠപുസ്തകങ്ങളുടെയും വിതരണം മെയ് മാസത്തിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളുടെ പ്രകാശനവും വിതരണ ഉദ്ഘാടനവും ഈ മാസം 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് യുജിസിയുടെ നമ്പർ 1 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി അംഗീകാരം ലഭിച്ചതായും ഇത് സംബന്ധിച്ച അറിയിപ്പ് വന്നതായും മന്ത്രി ആർ ബിന്ദു കാസർകോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. യുജിസിയുടെ കണക്ക് പ്രകാരം കേരളത്തിൽ നിന്നുള്ള സർവകലാശാലകൾ ആദ്യ റാങ്കുകളിൽ വന്നിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കാഞ്ഞങ്ങാട് നഴ്സിംഗ് കോളേജിലെ ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 4 മാസത്തോളം അബോധാവസ്ഥയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു. കാഞ്ഞങ്ങാട് മൻസൂർ സ്കൂൾ ഓഫ് നഴ്സിംഗിൽ 3ാം വർഷ വിദ്യാർത്ഥിനി, പാണത്തൂരിലെ സദാനന്ദൻ, ഓമന ദമ്പതികളുടെ മകൾ ചൈതന്യകുമാരിയാണ് ചികിത്സയ്ക്കിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരണത്തിന് കീഴടങ്ങിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജലസംരക്ഷണത്തിന്റെ സന്ദേശമുയർത്തി ലോകം ഇന്ന് ഭൌമമണിക്കൂർ ആചരിക്കും. ഭാവി തലമുറകൾക്കായി ജലം സംരക്ഷിക്കേണ്ടത് അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹത്തിൽ മാറ്റത്തിന്റെ മുന്നോടിയായി യുവാക്കൾ മാറണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ. സംസ്ഥാനത്ത് ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള വാക്സിൻ വികസിപ്പിക്കുമെന്നും ക്യാൻസർ ചികിത്സയ്ക്കായി 24 ആശുപത്രികൾ സജ്ജമെന്നും മന്ത്രി വീണ ജോർജ്. ഹയർ സെക്കൻഡറി വാർഷിക പരീക്ഷാ ചോദ്യപേപ്പറിലെ അക്ഷരത്തെറ്റുകൾ സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് 18ാം സീസണ് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.